കാരണം എല്ലാം ഈ സാങ്കേതികമായ യുക്തിയിലേക്ക് മാറുമ്പോൾ നമ്മുടെ ചിന്തകൾ പോലും യന്ത്രങ്ങൾക്ക് കൊടുത്തു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ഇത്തരം ചില ഗുണങ്ങളാണ്, ചില കരുത്തുകളാണ്. ആ കരുത്ത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെ കരുത്ത് നഷ്ടപ്പെട്ടു പോകുന്നിടത്താണ് ദൈർഘ്യമേറിയ കൃതികളോ അല്ലെന്നുണ്ടെങ്കിൽ അതുപോലുള്ള രചനകളോ വായിക്കാൻ വൈമുഖ്യം നമുക്ക് തോന്നുന്ന ഒരു തലത്തിലേക്ക് പോകുന്നത്. നമ്മുടെ ശ്രദ്ധയുടെ ദൈർഘ്യം എന്തുകൊണ്ട് കുറഞ്ഞു പോകുന്നു? ശ്രദ്ധയുടെ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ ഇന്ന് കഥകളി കാണാനായിട്ട് എത്ര പേരുണ്ടാവും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇന്നിവിടെ കഥകളി ഉണ്ടല്ലോ, 7 മണിക്ക് കഥകളിയുണ്ട്. ഒരു കഥകളി നമ്മൾ കാണുമ്പോഴേക്കും എന്തൊക്കെയാണ്, നമുക്കൊരു മാനസിക സജ്ജീകരണം ആവശ്യമാണ്. ആ കലാരൂപത്തിന്റെ സവിശേഷത അതാണ്. അതിന്റെ ആസ്വാദനത്തിന് ഒരു ദൈർഘ്യം, കാലദൈർഘ്യം ആവശ്യപ്പെടുന്നുണ്ട്. ആ ദൈർഘ്യത്തിലേക്ക് പോകാൻ നമ്മുടെ മനസ്സിപ്പോൾ അനുവദിക്കുന്നില്ല. അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അതാണ് യഥാർത്ഥത്തിൽ ഈ ഭാഷയുടെ സാംസ്കാരിക യുക്തിയിലേക്ക് പോകുമ്പോഴും ഉണ്ടാകുന്നത് എന്ന് മാത്രം പറയട്ടെ. ഇപ്പോ എസ്.കെ. പൊറ്റക്കാട് തൻ്റെ ഒരു കഥയിൽ എഴുതുന്ന ഒരു കാര്യമുണ്ട്. തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു മുടന്തുകാലനെ ഒരാൾ കാണുന്നു. ആ മുടന്തുകാലനെ കാണുമ്പോഴേക്കും എസ്.കെ. പൊറ്റക്കാട് എഴുതിയത്, ഇടത് കൈ കൊണ്ട് വലതുകാൽ പൊക്കി നിൽക്കുന്ന ആ മനുഷ്യനെ കണ്ടപ്പോൾ റെയിൽവേ സിഗ്നൽ പോലെ എന്നാണ് അദ്ദേഹം എഴുതിയത്. റെയിൽവേ സിഗ്നൽ പോലെ. ഈ സിഗ്നൽ കണ്ടിട്ടുള്ള എത്ര പേര് ഇവിടെ ഉണ്ട് എന്ന് എനിക്കറിയില്ല. ഇപ്പോഴത്തെ സിഗ്നൽ അല്ല, റെയിൽവേ സിഗ്നൽ. മുമ്പുണ്ടായിരുന്ന സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഒരു കൈയാണ്. അപ്പോൾ അതിങ്ങനെ തൂങ്ങിക്കിടക്കുകയും നേരെ നീക്കുകയും ചെയ്യുന്ന അവസ്ഥ. ഇതാണ് എസ്.കെ. പൊറ്റക്കാട് അത് എഴുതുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലെ സാംസ്കാരിക ചിഹ്നം എന്ന് പറയുന്നത്. അത് നമുക്ക് ഇന്ന് പുതിയ ഒരു തലമുറയ്ക്ക് അത് മനസ്സിലാകണം എന്നില്ല. പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാകുന്ന മറ്റു ചില കാര്യങ്ങളായിരിക്കും. ഉദാഹരണത്തിന്, ഞാൻ എൻ്റെ ഒരു വിദ്യാർത്ഥിക്ക് കെ സരസ്വതി അമ്മയെ കുറിച്ച് എഴുതാനായിട്ട് അസൈൻമെന്റ് കൊടുത്തു. 1-ാമത്തെ വാക്യം, മലയാളത്തിലെ ഏറ്റവും വലിയ തേപ്പിസ്റ്റ് ആയിരുന്നു കെ സരസ്വതി അമ്മ. ഈ മുതിർന്ന തലമുറ മുഴുവൻ ചിരിച്ചു, പക്ഷേ ഈ പുതിയ തലമുറ ആരും ചിരിച്ചില്ല. കാരണം എന്താ? അവർക്ക് തേക്കുക എന്ന് പറയുന്ന ഒരു പദം അവർക്ക് വളരെ നിരന്തരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ചതിക്കുക എന്ന് പറയുന്ന ഒന്നിന് സമാനമായിട്ട് അവർ ഉപയോഗിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ചതിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ കുട്ടി ഉദ്ദേശിച്ചത് മറ്റൊരു രീതിയിലാണ്. ആ കാലഘട്ടത്തിൽ അങ്ങേയറ്റം ഫെമിനിസ്റ്റ് ചിന്താഗതിയോടുകൂടി നിന്നിരുന്ന ഒരു ധൈഷണികമായി ധൈര്യം കാണിക്കുന്ന ഒരു സ്ത്രീ എന്ന നിലയിലാണ് ആ കുട്ടി അത് ഉപയോഗിച്ചത്. അപ്പം ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, മോളെ, ഉദ്ദേശകാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷേ ഇതിപ്പോൾ ഈ വാക്ക് ഇപ്പോൾ പ്രചാരത്തിൽ വന്നിട്ടില്ല, ഒരുപക്ഷെ നാളെ വന്നുകൂടായികയില്ല. ഞാൻ പറഞ്ഞതാണ്, ഓരോ കാലഘട്ടവും അത് നൽകുന്ന സാംസ്കാരിക യുക്തിയുണ്ട്. അതുപോലെ തന്നെ സുന്നത്ത് കല്യാണത്തിന് ശേഷം ഉള്ള ഒരു അവസ്ഥ വർണ്ണിക്കുമ്പോൾ ബഷീർ നൽകുന്ന ഒരു കൽപ്പനയുണ്ട്. ചുവന്ന മഷിക്കുപ്പിയുടെ വക്കിൽ നിന്നും മഷി പറ്റിയ വിരലിന്റെ അഗ്രം പോലെ. ഇതാണ് ബഷീർ കൊടുത്തിരിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, എത്ര കുട്ടികൾക്കറിയാം ഈ മഷിപ്പേന എന്ന് പറയുന്നത്? എത്ര കുട്ടികൾക്ക് ഈ മഷിപ്പേന ഉപയോഗിച്ചിട്ടുണ്ട്? ആ ഘട്ടം, ആ ഒരു ദൃശ്യം മനസ്സിലുണ്ടെങ്കിൽ പഴയ കോളേജുകളിൽ ഒരുപക്ഷെ നിങ്ങൾ പോയാൽ കാണാം, ഡെസ്കിന്റെ മുകളിൽ ചെറിയ മഷിക്കുപ്പി വെക്കാനായിട്ടുള്ള ചെറിയ സ്ഥലം കൂടി ഉണ്ട്. പഴയ കോളേജുകൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ, പഴയ കോളേജുകൾ, ഗവൺമെന്റ് കോളേജിൽ പോയി കഴിഞ്ഞാൽ ഡെസ്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ മഷി നിരന്തരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ ഇങ്ങനെ മഷി പുരളും. അത് ചുമന്ന മഷി പുരളുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ ഈ ബഷീറിന്റെ ഭാവന പോകുന്നു നോക്കുക. എന്ന് മാത്രമല്ല, ആ സന്ദർഭത്തെക്കുറിച്ച് പറയുമ്പോൾ പച്ചപ്പാളയുടെ തൊലി ഉരിക്കുന്നത് പോലെയുള്ള അനുഭവം എന്നാണ് ബഷീർ എഴുതുന്നത്. പച്ചപ്പാളയുടെ തൊലി ഉരിക്കുന്നത് പോലെ ഒരു അനുഭവം ഉണ്ടായി എന്നാണ് പറയുന്നത്. പാളയുടെ കവുങ്ങവിടെ ഈ ഒരു കാലഘട്ടത്തിൽ ഇത് ആർക്ക് മനസ്സിലാവാനായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഓരോ കാലഘട്ടവും അത് സൃഷ്ടിക്കുന്ന ഒരു അനുഭവ രൂപത്തെ, അനുഭവ ലോകത്തെ പദങ്ങൾ ഉള്ളടക്കം ചെയ്യുന്നുണ്ട്. ആ പദങ്ങളുടെ ഉള്ളടക്കത്തിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ നേരത്തെ പറഞ്ഞ ഖനി ഇരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ.
ഇപ്പോൾ റഫീഖ് അഹമ്മദ്, ഇന്നിവിടെ റഫീഖ് അഹമ്മദ് വരേണ്ടതായിരുന്നു. അദ്ദേഹം എനിക്ക് ആണ് വിചാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു വരിയിലെ ഒരു കവിതയിലെ വരി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഭൂപടത്തെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഭൂപടം എന്ന് പറയുമ്പോൾ എന്താണ് എന്ന് നമുക്ക് അറിയാവുന്നതാണ്. ഭൂപടം എന്ന് പറഞ്ഞാൽ ചില ദേശങ്ങളെ അടയാളപ്പെടുത്തുന്ന, വരച്ചു വെച്ചിരിക്കുന്ന ഒരു അതുമാത്രമാണോ ഭൂപടം? ഇപ്പൊ കേരളം എന്ന് പറഞ്ഞാൽ ഒരു നാക്കിൽ വെച്ചതുപോലെ അതിന്റെ അതിരുകൾ മാത്രമാണോ കേരളം? കേരളം അതിരുകളല്ല. ഈ അതിരുകളെയൊക്കെ മാറി നിൽക്കുന്ന ഒരു സംസ്കാരമാണ് കേരളം എന്ന് പറയുന്നത്. ആ കേരളത്തിന്റെ സംസ്കാരം ഈ 4 അതിരുകളിൽ അല്ലെന്നുണ്ടെങ്കിൽ ഈ അതിർത്തിന്റെ ഉള്ളിൽ മാത്രം നിൽക്കുന്നതല്ല, ഇതിന് പുറത്തും കേരളമുണ്ട്. കഴിഞ്ഞ ദിവസം മലയാള മാർഗഴി എന്ന് പറയുന്ന ഒരു ഉത്സവം തമിഴ്നാട്ടിൽ വെച്ച്, ചെന്നൈയിൽ വെച്ച് നടത്തിയിരുന്നു. അവിടെ നിന്ന് സംസാരിക്കാൻ ഞാൻ പോയിരുന്നു. അത് ഒരു കേരളത്തെ പറിച്ചു വെച്ചിരിക്കുന്ന ഒരു ഇടമായി മാറ്റുന്നു അവർ. അവിടെ കേരളമാണ്. അപ്പോൾ അതിന്റെ അതിരാ